പെൺകുട്ടിയുടെ അമ്മ എല്ലാ സമയത്തും പറയുമായിരുന്നു, പൂച്ചയെ വളർത്തിക്കൂ, പക്ഷേ അവയെ ഉമ്മ വെക്കാനും എടുക്കാനും നിൽക്കരുത് എന്ന്. ഇതൊന്നും കേൾക്കാതെ പെൺകുട്ടി പൂച്ചയെ പുന്നാരിക്കാനും ഓമനിക്കാനും തുടങ്ങി. നേരിയ ജലദോഷമുണ്ടായിരുന്ന അവസ്ഥയിലാണ് ഉമ്മ വെച്ചത്. മൂക്കിലൂടെ എന്തോ ഒന്ന് പെട്ടെന്ന് കയറുന്നത് പോലെ തോന്നിയെങ്കിലും ആദ്യം അത് കണക്കിലെടുത്തില്ല. പിന്നീട് ജലദോഷം വിട്ടുമാറാതെ വന്നപ്പോൾ പെൺകുട്ടിയും അമ്മയും കൂടി അടുത്തുള്ള ആശുപത്രിയിൽ പോയി. ഒരാഴ്ചത്തെ മരുന്ന് കൊടുത്തിട്ടും അവസ്ഥ പിന്നെയും രൂക്ഷമാകുകയായിരുന്നു. വീണ്ടും 2 ദിവസത്തിന് ശേഷം ഇവർ രണ്ടുപേരും ആശുപത്രിയിലെത്തി. മൂക്കിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയിലായിരുന്നു പെൺകുട്ടി. പെട്ടെന്ന് തന്നെ ആശുപത്രി അധികൃതർ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ പറഞ്ഞയച്ചു. അവിടെ ചെന്നതും പെൺകുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. നേരെ ICUവിലേക്ക് കയറ്റിയ ഡോക്ടർമാർ എല്ലാവിധ ടെസ്റ്റുകളും സ്കാനുകളും ഉൾപ്പെടെ ചെയ്തു. സ്കാനിങ്ങിൽ തലച്ചോറിലൊരു നേർത്ത പാട പോലെ കണ്ട ഡോക്ടർക്ക് ചെറിയ സംശയം തോന്നുകയായിരുന്നു. വീട്ടിൽ പൂച്ചയെ വളർത്തുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു അസുഖം വരാറുണ്ടെന്നും ചെറിയ തോതിൽ ഇൻഫെക്ഷൻ വന്ന് മൂക്കൊലിപ്പിന്റെ കൂടെ ഇവ പുറത്തേക്ക് പോകാറുണ്ട് എന്നുമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ സ്വല്പം വിരളമായിരുന്നു. ലോകത്തിൽ ഈയൊരു അസുഖം വരുന്നത് വളരെ കുറച്ചു പേർക്കായിരുന്നു. തലച്ചോറിലെത്തിയ രോമം ഓർമ്മകളെ പതിയെ മായ്ച്ചുകൊണ്ടിരുന്നു. 16 വർഷമായി പെൺകുട്ടി വീട്ടിൽ പൂച്ചകളെ വളർത്തുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ പ്രായമായ അമ്മ എപ്പോഴും മക്കളോട് പറയുന്നത് കേട്ടിട്ടുണ്ടത്രേ, പൂച്ചയെ എടുത്താലും ഉമ്മ വെച്ചാലും രോമം മൂക്കിൽ കയറുമെന്ന്. എന്നാൽ ഓർമ്മ വെച്ച കാലം തൊട്ട് വീട്ടിൽ പൂച്ചയെ വളർത്തുന്ന പെൺകുട്ടിക്ക് ഇതൊക്കെ പുച്ഛമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അയൽവക്കത്തെ വീട്ടിലെ അമ്മ പഴഞ്ചൻ ചിന്താഗതിക്കാരിയാണെന്ന് പറഞ്ഞ് നിരന്തരം കളിയാക്കുമായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ ഇതൊക്കെ പറയുമ്പോൾ വഴക്ക് പറഞ്ഞ് കളിയാക്കുന്ന സ്വഭാവമായിരുന്നു പെൺകുട്ടിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു അവസ്ഥ വന്ന പെൺകുട്ടിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പൂച്ചയോട് കടുത്ത ദേഷ്യമായിരുന്നു. പിന്നീട് പെൺകുട്ടിയുടെ അമ്മ വിഷം വെച്ച് പൂച്ചയെ കൊല്ലുകയായിരുന്നു. വീട്ടിൽ പൂച്ച, പട്ടി പോലുള്ള നാൽക്കാലികളെ വളർത്തുന്നവർ സൂക്ഷിക്കണം. നമ്മൾ ഓമനിച്ചു വളർത്തുന്ന മൃഗങ്ങൾ നമ്മുടെ ജീവനാപത്താണെങ്കിൽ അവയെ മനുഷ്യരിൽ നിന്നും അകറ്റുക തന്നെ ചെയ്യണം.